തിരുവനന്തപുരത്ത് 50 സീറ്റ് നേടിയ ഉടൻ തന്നെ തിരുവനന്തപുരത്ത് CPM വൻ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ്. കാരണം മേയർ ആര്യയുടെ കൂടെ ഉണ്ടായിരുന്ന ഗായത്രി ബാബു തന്നെ ഒരു പോസ്റ്റ് ഇട്ടിക്കാണ്. ഇപ്പോൾ നമ്മൾ ചരമന ജംഗ്ഷനിലാണ്. ചരമന അജിത്ത് ഇവിടെ വൻ വിജയം നേടിയിരിക്കുക 2100 ഭൂരിപക്ഷമാണ് ചരമന അജിത്ത് നേടിയത്. ഈ ഓട്ടോ സ്റ്റാൻഡിൽ ചരമന ഓട്ടോ സ്റ്റാൻഡിലാണ് ചരമന അജിത്ത് വൻ സ്വീകരണം നൽകിയത്. ആദ്യത്തെ ഞെട്ടിച്ച ഒരു ഭൂരിപക്ഷമാണ് തിരുവനന്തപുരം നടന്നിരിക്കുന്നത്. എന്ത് പറയുന്നു? ഇത് നേരത്തെ സംഭവിക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം വേറെ മറ്റൊന്നുമല്ല, കഴിഞ്ഞ 43 വർഷക്കാലം CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനമായിരുന്നു തിരുവനന്തപുരം നഗരസഭ ഭരണം കൈയാളിയിരുന്നത്. പക്ഷെ കഴിഞ്ഞ 5 വർഷക്കാലം, ആ 5 വർഷക്കാലത്തെ ഈ തിരുവനന്തപുരം നഗരത്തോട് കാണിച്ച ഈ പറയുന്ന CPMന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി ഈ വികസന പ്രവർത്തനത്തിന്റെ വികസന മുരടിപ്പ്, അതുപോലെ തന്നെ അഴിമതി, അതുപോലെ തന്നെ സ്വജനപക്ഷപാതം, അതുപോലെ തന്നെ നമ്മുടെ ഈ മറ്റു നഗരങ്ങളിൽ നിന്നും ഈ നഗരം എത്രത്തോളം പിന്നോക്കം പോകാം അത്രത്തോളം പിന്നോക്കം പോകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച ഈ മുന്നണി സംവിധാനത്തെ ഈ നഗരസഭയുടെ ഭരണത്തിൽ നിന്നും അകറ്റുക എന്നുള്ളത് ഒരു ലക്ഷ്യം തന്നെയായിരുന്നു. ഇവിടുത്തെ ജനങ്ങളുടെ ഒരു സ്വപ്നം തന്നെയായിരുന്നു. ആ സ്വപ്നമാണ് ഇവിടെ നടപ്പിലാക്കിയത് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. കാരണം നമുക്കറിയാം, തിരുവനന്തപുരം നഗരത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 45 ദിവസത്തിനകം നരേന്ദ്രമോദി ഇവിടെ വരും എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല. വെറും പായ്വാക്ക് പറഞ്ഞു പൊയ്വാക്ക് പറഞ്ഞു പോകുന്ന ആളല്ല പറഞ്ഞത്. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർജി എന്നാണ് പറഞ്ഞത്. അധികാരത്തിൽ വന്നാൽ 45 ദിവസത്തിനകത്ത് നരേന്ദ്രമോദി ഈ പറയുന്ന നഗരത്തിൽ എത്തുമെന്നും ഈ നഗരത്തിന്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണുമെന്നും പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖർജിയാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ നഗരത്തിലെ മാലിന്യ വിഷയം ഒരു കീറാമുട്ടിയാണ്. അത് നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളെ വിളപ്പിശാലയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് പൂട്ടിയതിനു ശേഷം 2011 ശേഷം ഏറ്റവും കൂടുതൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതമെന്ന് പറയുന്നത് മാലിന്യ വിഷയമാണ്. ആ മാലിന്യ വിഷയത്തിന് ശാശ്വതമായ പരിഹാരം കാണുവാൻ കഴിഞ്ഞ ഇടതുപക്ഷത്തിന്റെ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവരുടെയും മുന്നിലുള്ള വസ്തുതയാണ്. അതുപോലെ തന്നെ നായ്ക്കള ശല്യം, ഈ തെരുവ് നായ്ക്കളുടെ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രാവശ്യം ഈ സഭയ്ക്കകത്ത് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. കൃത്യമായി ഒരു സഭാംഗം എന്നുള്ള നിലയിൽ നമ്മൾ ഈ സഭയ്ക്കകത്ത് ഈ വിഷയത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ഒരു പരിഹാസപാത്രമായി നിൽക്കേണ്ട ഗതികേട് നമ്മുടെ BJPയുടെ അംഗങ്ങൾക്കുണ്ടായത് നമ്മളെല്ലാം കണ്ടതാണ്. കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല, പ്രഭാത സവാരിക്ക് പോകാൻ സാധിക്കുന്നില്ല, സ്കൂളിൽ കുട്ടികൾക്ക് പോകാൻ സാധിക്കുന്നില്ല, എയറോഡ്രോമിൽ നായ്ക്കള്, അതുപോലെ റെയിൽവേ സ്റ്റേഷനിലെ നായ്ക്കള്, എന്തിനേറെ കടിയേറ്റ് ആശുപത്രി പോയാൽ ആശുപത്രിയിലും നായ്ക്കളാണ്. അത്രയ്ക്ക് നായ്ക്കളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ്. ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണുവാൻ ഈ നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള വസ്തുതയാണ്. ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഇതൊക്കെ വീക്ഷിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഇവിടെ വൻപിച്ച ഒരു മുന്നേറ്റം നടത്തുവാൻ സാധിച്ചത്. തീർച്ചയായിട്ടും അവൾ വളരെയധികം പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. ഈ നഗരത്തിന്റെ സമഗ്രമായ വികസനം, ഈ നഗരത്തിന്റെ സമഗ്രമായ വികസനം, ഈ നഗരത്തിന്റെ സുസ്ഥിരമായ വികസനം, ഈ നഗരത്തെ നമ്മുടെ ഭാരതത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ, മറ്റു നഗരങ്ങളിൽ, ആ നഗരങ്ങളിൽ ഈ വികസനത്തിന്റെ കുതിപ്പുണ്ടാകുമ്പോൾ തിരുവനന്തപുരം നഗരം വികസനത്തിന്റെ കിതപ്പാണ്. ആ കിതപ്പിന് പരിഹാരം കാണുവാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ വാർഡിൽ നിന്നും 2015 1198 വോട്ടിനാണ് ഞാൻ വിജയിച്ചത്. അതേ സ്ഥാനത്ത് വീണ്ടും ഞാൻ മത്സരിക്കാൻ വന്നപ്പോൾ 10 വർഷത്തിന് ശേഷം 2025 നമുക്ക് 2103 വോട്ടിന്റെ ഭൂരിപക്ഷം ഈ നാട്ടിലെ ജനങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അത് BJPയോടുള്ള വിശ്വാസമാണ്. BJP നഗരത്തിന്റെ വികസനത്തിനും സുസ്ഥിര വികസനത്തിനും ഈ നഗരത്തിൽ കിറാമുട്ടികളായിരുന്ന എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം കാണുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളിൽ ഇത്തരം വിജയത്തിന്റെ കുതിപ്പ് നടപ്പിലാക്കുവാൻ സാധിച്ചത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.